ചെമ്പരത്തി ഭൂമിയിലുള്ള നെഗറ്റീവ് എനർജികളെ കൺവെർട്ട് ചെയ്ത് ഇല്ലെന്നാക്കി ഡിസ്ചാർജ് ചെയ്ത് കളയും. അതായത് ഒന്നുകൂടി കേൾക്കട്ടെ, അന്ധകാര ശക്തികളെ വെളുപ്പിച്ച് കളയുന്ന അന്ധകാര ശക്തികൾ എന്നല്ല പറഞ്ഞത്, നെഗറ്റീവ് എനർജി കണ്ണുനോട്ടം അല്ല, അത് തന്നെയല്ല രോഗ കീടങ്ങളുണ്ടല്ലോ, കീടങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെ ഉള്ളതിനെ എല്ലാത്തിനെയും നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ ദൈവികത മാത്രമല്ല തുളുമ്പെന്ന് ഞാൻ പറഞ്ഞത്, രോഗങ്ങൾ ഇങ്ങനെയുള്ളതിനെ എല്ലാത്തിനെയും അതായത് ശക്തി ക്ഷയിപ്പിച്ച് നശിപ്പിച്ച് കളി, ക്ഷയിപ്പിച്ച് സംഭരിച്ചു വെക്കുകയല്ല ചെയ്യുന്നത്. സംഭരിച്ചു വെക്കുന്നതുകൊണ്ട്, സംഭരിച്ചു വെക്കുന്ന ചെടികളുണ്ട്, വൃക്ഷങ്ങളുണ്ട്, നെഗറ്റീവ് എനർജി സംഭരിച്ചു വെക്കുന്ന മൃഗങ്ങളുണ്ട്, മനുഷ്യരുണ്ട്. അതല്ല, ഇത് ഡിസ്ചാർജ് ചെയ്ത് കളയും. ഇതുകൊണ്ടാണ് ഈ ചെമ്പരത്തി എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ അല്ലെങ്കിൽ 100 വർഷമായിട്ട് നമ്മുടെയൊക്കെ പ്രദേശത്തുണ്ടാൻ പെരയുടെ അതിരുകൾ, അവരുടെ വസ്തുവിൻ്റെ അതിരുകൾ മുഴുവൻ ചെമ്പരത്തി കൊണ്ട് വേലിയാണ്. ചെമ്പരത്തി പൂവിനും കൊള്ളിക്കാം, അന്ന് താളിക്ക് ഉപയോഗിക്കാം, അങ്ങനെയുള്ള. ഈ പാലക്കാട് പ്രദേശത്തൊക്കെ ചെന്ന് കഴിഞ്ഞിരുന്നാൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടുകളിൽ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇത് കാരണന്മാർ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ചെമ്പരത്തി ധാരാളമായിട്ട് അതിരുകളിലും എല്ലാ വീടുകളിലും. അതേപ്പറ്റി കൃത്യമായിട്ട് പറയും. പാലക്കാട് ഭട്ടന്മാരുടെ വീടുകൾ, നമ്പൂരിയുടെ വീടുകൾ, മേനോമാർ, അകൃതങ്ങൾ, മറ്റ് അതിന് മലയാളികൾക്കല്ല പറയുന്ന മറ്റ് കൃമികീടബാധകളോ മറ്റു രോഗങ്ങളോ വീട്ടിലുണ്ടാകാതിരിക്കാൻ അവരുടെ ചുറ്റും ഇരുന്നിട്ട് എപ്പോഴും വെള്ളം ഒഴി. ഇതാ സംഭവം. ഇതുപോലെ തന്നെയാണ് തുളസിയുടെ പ്രത്യേകത അറിയാം. ഒന്ന് രണ്ട് കാര്യം അറിയാം. തുളസി ഉള്ളിടത്ത് കൊതുക് കടിക്കുകയില്ല, ഔഷധം നിങ്ങൾക്ക് ഉപയോഗിക്കുന്നു. എന്നാൽ ഇത് തന്നെയല്ല, ഇത് ഡിസ്ചാർജ് ചെയ്ത് നെഗറ്റീവ് എനർജിയെ ഡിസ്ചാർജ് ചെയ്ത് കളയുന്ന ശക്തി ഉള്ളതാണെങ്കിൽ, മറ്റേത് പോസിറ്റീവ് എനർജിയെ സംഭരിച്ച് വെക്കുന്ന, അതായത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. തുളസി ചെവിയിൽ വെച്ചുകൊണ്ട് നടക്കുക, നമ്മൾ ചെവി വെച്ചുകൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ തുളസിയുടെ ഉള്ളിടത്ത് ശ്വാസം അടിക്കുന്നു. ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് എനർജിയാൽ നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിച്ചെടുക്കണം. അതുകൊണ്ടാണ് പൂജാതി കർമ്മങ്ങളിൽ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇത് പൂജാതി കർമ്മങ്ങളിൽ ഈ ചെമ്പരത്തി ഉപയോഗിക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഈ പ്രയോഗം അറിയാവുന്നതുകൊണ്ടാണ്. ഇതുപോലെ ഉള്ള ഒരു സംഭവമാണ് തുളസിയെ പറ്റി പടക്കം വാങ്ങുന്നൊരു പാട്ടുണ്ട്. തുളസി ഉള്ളിടം ഗുരുവായൂരപ്പന് ഇഷ്ടമുള്ളിടം. ഗുരുവായൂരപ്പന് ഇഷ്ടമുള്ളിടത്തെ തുളസി വളരുകൊള്ളു. ഈ തുളസി വേറെ ഉണ്ട്. തുളസിച്ചെടി കൊണ്ടു നട്ടു പിടിച്ചു, പക്ഷേ അവിടെ നിന്ന് പൂത്ത് കായ്ച്ച് ധാരാളം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദിക്ക് നോക്കേണ്ട കാര്യമില്ല, ധാരാളം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ യാതൊരു വാസ്തുദോഷം ഉണ്ടായിരിക്കുകയില്ല. അത് പോസിറ്റീവ് എനർജിയുടെ കലവറയുള്ളിടത്തെ തുളസി പിടിക്കുള്ളൂ. പക്ഷേ തുളസി പിടിക്കാത്തവരുണ്ട്. ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഈ തുളസി വെച്ചാൽ ഒരു കാരണവശാലും ഉണ്ടാകുകയില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് ആ റേഡിയേഷൻ കാരണം ഇതുണ്ടാകുകയില്ല. പക്ഷേ അവിടെ കൊണ്ടുപോയി ചെമ്പരത്തി വെച്ചാൽ ഉണ്ടാവും. ചെമ്പരത്തി പോസിറ്റീവിനെ വലിക്കുന്നു, ചെമ്പരത്തി പോസിറ്റീവ് നെഗറ്റീവിനെ വലിച്ച് കൺവെർട്ട് ചെയ്ത് കളഞ്ഞു കഴിയുമ്പം അവിടെ ശുദ്ധമാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം തുളസി എത്ര കൊണ്ടുപോയി വെച്ചെന്ന് പറഞ്ഞാലും തുളസി ട്രാൻസ്ഫോമറിന്റെ കീഴിൽ. അതുപോലെ എന്നോട് ചില എഞ്ചിനീയർമാർ പറഞ്ഞിട്ടുണ്ട്, ഈ ടവറിന്റെ നേരിട്ട് അതിന്റെ പ്രസന്റ് വേക്കുന്ന സ്ഥലങ്ങളിൽ എവിടെയാണ് തുളസി ഉണ്ടാകാൻ സാധ്യത കുറവാണ്. പക്ഷേ ചെമ്പരത്തി ധാരാളമായിട്ട് ഉണ്ടാകും. അപ്പം തുളസി പിടിപ്പിക്കാനുള്ള മാർഗം എന്നാ അറിയോ? ചെമ്പരത്തി വെച്ച് പിടിപ്പിച്ച് അതിനോട് അടുത്ത് തന്നെ തുളസി വെച്ച് പിടിപ്പിച്ച് നമ്മൾ പോസിറ്റീവ് എനർജിയെ സംഭരിച്ച് വെക്കുന്നത്. ഇതുപോലെ തന്നെ നെഗറ്റീവ് എനർജിയെ സംഭരിച്ച് വെക്കുന്ന വൃക്ഷങ്ങളുണ്ട്. അറിയോ? അറിയോ? അറിയത്തില്ല. പാല നമ്മുടെ ഏഷ്യ തിളക്കുന്ന മൂവിലം പാലയുണ്ട്, ഏഴിലം പാല പൂത്തു പറഞ്ഞിട്ട് പാട്ടില്ലേ നമ്മുടെ ഏഷ്യയെ കൊണ്ട് തിളക്കുന്നേ. അതെന്നാ ശാസ്ത്രവശം എന്നാന്നറിയോ? കാർബൺ ഡൈ ഓക്സൈഡിനെ ഭൂമിയിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് തള്ളുന്ന ഒരു വൃക്ഷമാണ്. ഓക്സിജനല്ല തള്ളേണ്ടത്, പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡിനെ ഓക്സിജനേക്കാൾ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് തള്ളുന്ന ഒരു വൃക്ഷമാണ് പാല. ഇത് മനസ്സിലാക്കിയിട്ടാണ് പണ്ട് കാലഘട്ടങ്ങളിൽ പാലയുടെ ചുവട്ടിൽ രാത്രി കിടന്നുറങ്ങി നേരം വെളുത്ത് അവൻ എഴുന്നേറ്റ് വന്നിരുത്തനും ഇങ്ങനെ ഇരിക്കും. അതാണ് നമ്മൾ യഷി ഊമ്പിയ എന്ന് പറയല്ലേ, യഷി വെട്ടിയെന്നൊക്കെ പറയും. ഇതാണ് സംഭവം. പാലയുടെ അടുത്ത പ്രദേശത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ച് രാത്രി അവനോടെ കിടന്ന് നേരം വെളുക്കുന്നതിന് ഏകദേശം അവനൊരു പരുവായിരിക്കും. അതുകൊണ്ട് നമ്മൾ പറയും പഴയ കാലത്ത് യഷിയെ കൊണ്ട് തിളച്ചിട്ടുണ്ട്, യഷി ഊമ്പിയെന്ന്. ശാസ്ത്രീയ വശം ഇതാണ്. നെഗറ്റീവ് എനർജികളെ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വൃക്ഷമാണ്. ഇത് പാല ഭൂമിയിൽ ഉണ്ടായതെന്ന് വെച്ചാൽ
കാർബൺ ഡൈ ഓക്സൈഡ് വേണ്ടേ? അത് വേണം. അതില്ലാതെ ദൈവം വഴിയല്ലോ. പറ്റിയല്ലോ. അതിനെ ദൈവം സൃഷ്ടിച്ചിരിക്കണം. അതുപോലെ തന്നെയുള്ള സംഭവമാണ് എരിക്ക. എരിക്ക ഇതുപോലെ തന്നെ സംഭവം ഉള്ളതാണ് നമ്മുടെ പാണൽ എന്ന് പറയുന്ന സംഭവം. കുറ്റിച്ചെടികളിൽ പാണൽ, വൃക്ഷങ്ങളിൽ എരിക്ക്, പാല, ഇതൊക്കെ നമ്മുടെ ഈ നാട്ടിൻപുറത്ത് നെഗറ്റീവ് എനർജികളെ സംഭരിച്ച് വെക്കുന്ന സംഭവമാണ്. നെഗറ്റീവ് എനർജികളെ എനിക്കൊരു ഔഷധം കൂടി അത് എരിക്കുണ്ടാകുന്ന അറിയാലോ. നെഗറ്റീവ് എനർജികൾ. ഇനി പോസിറ്റീവ് എനർജികളെ സംഭരിച്ച് വെക്കുന്ന വൃക്ഷങ്ങളാണ് പോസിറ്റീവ് എനർജികളെ. ചന്ദനം പോസിറ്റീവ് എനർജികളെ സംഭരിച്ച് വെക്കുന്നതാണ്. അതുപോലെ തന്നെ കുറ്റിച്ചെടിയാണ് തുളസിയ. പിന്നെ കൺവെർട്ട് ചെയ്ത് കളയുന്ന, അതായത് നശിപ്പിച്ച് ഡിസ്ചാർജ് ചെയ്ത് കളയുന്ന സംഭവമാണ് ചെമ്പരത്തി. ഭൂമിയിൽ നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും ഇല്ലാതെ ഒന്നും സംഭവിക്കുകയില്ല, ഇല്ലാതെ പറ്റത്തില്ല. അപ്പോൾ അതിനെ കൂടുതൽ ദൂഷ്യവശങ്ങളെയും നെഗറ്റീവ് വശങ്ങളെയും ഉള്ള വൃക്ഷങ്ങളും മൃഗങ്ങളും ഉണ്ട്. നെഗറ്റീവ് എനർജികളെ സംഭരിച്ചു വെച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജികളെ സംഭരിച്ചു വെച്ചിരിക്കുന്ന മൃഗമാണ് പന്നി. പന്നി നെഗറ്റീവ് എനർജിയെ സംഭരിച്ചു വെച്ചിരിക്കുന്ന ആണ്. അതുപോലെ തന്നെ പന്നിക്ക് ഒരു ശാസ്ത്രീയ വശം പറയുന്നുണ്ട്. പന്നി ഒരിക്കലും മാനം കാണുകയാണ്. ആകാശത്തോട്ട് ഈ പന്നിന്റെ ഇവിടെ കണ്ണ് കാണുന്നില്ല, വലിയല്ല. ഭൂമിക്ക് സമാന്തരമായിട്ട് ഇതിന് നെഗറ്റീവ് എനർജികളുടെ ആവാസ കേന്ദ്രമാണ് പന്നി. എന്നാൽ ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ പന്നിയിൽ നിന്നുമാണ്. അപ്പം നമ്മുടെ ഗതി എവിടെയാണെന്ന് ചിന്തിച്ചോണം. പന്നിയിൽ നിന്നുമാണ് ഹാർട്ടും വൃക്കയും സകല സംഭവം ഉള്ള എല്ലാം എടുക്കുന്ന ഇതാണ്. അതുപോലെ തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, നെഗറ്റീവ് എനർജിയെ സംഭരിച്ചിട്ട് ഡിസ്ചാർജ് കളയുന്ന, അതായത് ചെമ്പരത്തിയുടെ ജോലി ചെയ്യുന്ന സംഭവം മൃഗമാണ് പശു. കൃത്യമായിട്ട് എനിക്കറിയത്തില്ല, ഞാൻ വായിച്ചറിവ് മാത്രമേ ഉള്ളൂ. പശു അതിൻ്റെ അടുത്താണല്ലോ ഞാൻ അറിഞ്ഞിരിക്കുന്നത്. നെഗറ്റീവ് എനർജിയെ നെഗറ്റീവ് എനർജിയെ സംഭരിച്ച് വെച്ചിട്ട് അതിനെ ഡിസ്ചാർജ് ചെയ്ത് കളയുന്ന സംഭവമാണ്. അതുകൊണ്ടാണ് പശു ഗോമാതാവ് എന്ന് വിളിക്കുന്നത്. അത് മനസ്സിലായോ? അതിനെ പോത്തിനെ വിളിക്കുന്നില്ലല്ലോ, പന്നിയെ വിളിക്കുന്നില്ലല്ലോ, ആടിനെ വിളിക്കുന്നില്ലല്ലോ. സംഭരിച്ച് ഡിസ്ചാർജ് ചെയ്ത് കളയുന്നു. പോസിറ്റീവ് എനർജികളെ സംഭരിച്ച് വെക്കുന്ന മൃഗമാണ് ആട്. സംഭരിച്ച് വെക്കുന്നത്. മറ്റേത് ഡിസ്ചാർജ് ചെയ്ത് കളയുന്നു. ചെമ്പരത്തിനെ ദൂഷം ചെയ്യുന്നു. മൃഗങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞത്. ആടിനെ സംബന്ധിച്ചിടത്തോളം തുളസിയുടെ ജോലി ചെയ്യുന്നു, അതായത് സംഭരിച്ചു വെക്കുന്നു. മറ്റേത് ഡിസ്ചാർജ് ചെയ്ത് കളയുന്നു, ഗോമാതാവ്. ഇതുപോലെ ഒരു സംഭവമാണ് എലിയ. അടുത്ത പാമ്പൊക്കെ പോസിറ്റീവ് എനർജികളെ ഡിസ്ചാർജ് ചെയ്ത് കളയാൻ പ്രാപ്തമായ മൃഗങ്ങളാണ്. അപ്പോൾ ഭൂമിയിൽ പോസിറ്റീവ് എനർജികളെ ഡിസ്ചാർജ് ചെയ്ത് കളയുന്ന വൃക്ഷങ്ങളുണ്ട്. നെഗറ്റീവ് എനർജികളെ സംഭരിച്ചു വെക്കുന്ന വൃക്ഷങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, മനുഷ്യരുണ്ട്, അസുരഗണം. അതുപോലെ തന്നെ പോസിറ്റീവ് എനർജികളെ സംഭരിച്ചു വെക്കുന്ന വൃക്ഷങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, മനുഷ്യരുണ്ട്, ദേവഗണം. അതുപോലെ തന്നെ പോസിറ്റീവ് എനർജിയെ നെഗറ്റീവ് എനർജികളെ ഡിസ്ചാർജ് ചെയ്ത് കളയുന്ന വൃക്ഷങ്ങളുണ്ട്, ചെടികളുണ്ട്, മനുഷ്യരുണ്ട്. ആ മനുഷ്യരാണ് മനുഷ്യഗണം എന്ന് പറയുന്നത്. പോസിറ്റീവ് എനർജിയെ ആഗീരണം ചെയ്തു വെച്ചിരിക്കുന്ന വൃക്ഷമാണ് ചന്ദനം. അതുകൊണ്ടാണ് അത് ദേവവൃക്ഷമായിട്ട് മാറിക്കുന്നത്. അതുപോലെ തന്നെ പോസിറ്റീവ് എനർജിയെ ആഗീരണം ചെയ്തു വെച്ചിരിക്കുന്ന മനുഷ്യരാണ് ദേവഗണം. നെഗറ്റീവ് എനർജിയെ ആഗീരണം ചെയ്തു വെച്ചിരിക്കുന്ന മനുഷ്യരാണ് അസുരഗണം. പോസിറ്റീവ് എനർജിയെ ഡിസ്ചാർജ് ചെയ്ത് കളഞ്ഞ് നെഗറ്റീവ് അല്ല പോസിറ്റീവ് അല്ല നടക്കുന്നതാണ് മനുഷ്യഗണം. മനുഷ്യരിലും മൃഗങ്ങളിലും പൂച്ചെടികളിലും പുല്ലിലും പുഷ്പത്തിലും എല്ലാ ജാലങ്ങളിലും പോസിറ്റീവും നെഗറ്റീവ് എനർജി ഉണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് എനർജിയെ അത് സംഭരിച്ചിട്ട് കൺവെർട്ട് ചെയ്ത് കളയുന്ന, ഇല്ലെന്നാക്കി ഡിസ്ചാർജ് ചെയ്യാതെ ചെമ്പരത്തിയുടെ അതേ സെയിം ജോലി ചെയ്യുന്ന ഒരു സംഭവമാണ് പൂച്ച. മൃഗങ്ങളിൽ പൂച്ച. അതാണ് പൂച്ച. നെഗറ്റീവ് എനർജി ഉള്ളിടത്ത് പൂച്ച കിടക്കുകയില്ല. വീടുകളിലാണ് പൂച്ച കിടക്കുകയില്ല, ആ സ്ഥലത്ത് കിടക്കില്ല. പൂച്ച മാറി കിടക്കുകയുള്ളൂ. പൂച്ച കിടക്കുന്ന സ്ഥലം തപ്പി പിടിച്ച് അവന് കിടക്കാൻ പറ്റിയില്ലെങ്കിൽ, പോസിറ്റീവ് എനർജി ഇല്ലെങ്കിൽ അവൻ കിടക്കുകയില്ല. അത് വീടുകളിൽ വളർത്തേണ്ട അതുപോലെ അത്യാവശ്യമുള്ളതാണ്. പിന്നെ പോസിറ്റീവ് എനർജിയെ സംഭരിച്ചു വെച്ചിരിക്കുന്ന മൃഗമാണ് പട്ടി. ആലങ്കുവാന്നൊരു സംഭവം കേട്ടിട്ടുണ്ടല്ലോ, അറിയാലോ? പട്ടി കാലങ്കുക ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ഒരു കാരണം. ആ 3 ദിവസത്തിനകം ഏതെങ്കിലും ഒരു വ്യക്തി ഇതിന്റെ ഒറ്റ കേൾക്കുന്നതിന്റെ അകത്ത് നിശ്ചയം മറന്നാണ്. അതായത് പട്ടിയുടെ കൂവല് കേൾക്കുന്നതിന്റെ അകത്ത് ആ റൗണ്ടില് എവിടെയെങ്കിലും നിശ്ചയമായിട്ട് മരിച്ചിരിക്കും. പക്ഷെ അത് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കൺവെർട്ട് ചെയ്ത്. അതുകൊണ്ടാണ് പട്ടിയും പൂച്ചയും വളർത്തണമെന്ന് പറഞ്ഞത്. പക്ഷെ അവര് തമ്മിൽ എപ്പോഴും
തിരുമ്പുക. കിരിമ്പുക. കാരണം ഒന്ന് പോസിറ്റീവ് എനർജി ഒന്ന് നെഗറ്റീവ് എനർജി ഇല്ലെന്നാക്കുന്നവനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ. അതായത് ഇവിടെ നമ്മൾ ലോകത്ത് യോജിക്കുക. അതായത് ചെമ്പരത്തിയും മറ്റോ തുളസിയും പോലെ തന്നെ എനർജിയെ സംഭരിച്ചു വെച്ചിരിക്കുന്ന കുറ്റിച്ചെടികളാണ് ഒന്ന് പാണല്. പിന്നെ വേറൊരു സുഹൃത്തുക്കളുണ്ട്, അറിയാവോ? നെഗറ്റീവ് എനർജിയെ സംഭരിച്ചു വെച്ചിരിക്കുന്നത് അറിയാവോ? കിരിയാത്ത് എന്ന് പറഞ്ഞ ചെടി നിങ്ങൾ നേരിൽ കണ്ടിട്ടുണ്ടോ? കിരിയാത്ത് നേരിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ നേരിൽ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ കണ്ടിട്ടുണ്ട്. പക്ഷെ എവിടെ വളരുന്നു എന്നുള്ള സംഭവം എനിക്കറിയത്തില്ല. കിരിയാത്ത് എന്ന് പറയുന്ന സാധനം ഇന്ന് ഇന്ത്യയിലോ കേരളത്തിലോ മലേഷ്യയിലോ ഏറ്റവും കൂടുതൽ ആഭിചാര പ്രക്രിയകൾ, അതായത് മലയാളത്തിൽ ഇവിടെയൊക്കെ പറയുന്ന കൊണ്ടി കൂടാത്ത ഇതിൻ്റെ ഇല കൊണ്ട് അല്ലെങ്കിൽ എഴുതിയൊരു വഴിക്കിട്ടാണ് അതിനൊരു പ്രത്യേക പരിസ്ഥിതിയുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ വേരുകൾ നമ്മളത് അതിലേക്ക് കിടക്കണ്ട. നെഗറ്റീവ് എനർജിയെ സംഭരിച്ച് വെച്ചിരിക്കുന്ന സാധനമാണ് ഒന്ന് പാണല്, കുറ്റിച്ചെടിയാണ്. ഒന്ന് പാണല്, ഒന്ന് കിരിയാത്ത്. ഈ വേറെ ഉണ്ടായിരിക്കും, എനിക്കതെ പറ്റി നല്ല പിടിപാടില്ല. ഈ രണ്ടെണ്ണം നാട്ടുപുറങ്ങളിൽ ഉള്ളതാണ് സംഭരിച്ചു വെച്ചിരിക്കുന്നത്. നെഗറ്റീവ് എനർജികളെ സംഭരിച്ച് ഡിസ്ചാർജ് ചെയ്ത് കളയുന്ന ചെടികളുണ്ട്. പോസിറ്റീവ് എനർജിയെ സംഭരിച്ച് നിർത്തുന്ന ചെടികളുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്. നിങ്ങളുടെ അറിവിൽ ഒരു കാര്യം കൂടി ചെയ്യാം. ഈ കിരിയാത്ത ചെടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ടെത്തിയെങ്കിലും ഒന്ന് അറിയിക്കാം. എൻ്റെ അറിവില്ല. സാധനം കണ്ടാൽ ഞാൻ അറിയാമെന്നല്ലാതെ എൻ്റെ അറിവിൽ ഈ കിരിയാത്ത ചെടി ഇല്ല. ജോൺ സാർ കണ്ടിട്ടുണ്ടോ? കിരിയാത്ത് കണ്ടിട്ടുണ്ടോ? കിരിയാത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ആ പ്രദേശങ്ങളിൽ ഉന്മൂല വംശനാശം. കിരിയാത്ത ചെടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ ആഭിചാര പ്രക്രിയകൾ, അതുപോലെ കൊണ്ടുകൂടോത്തരങ്ങൾ ഒക്കെ ചെയ്യുന്ന പല ജ്യോത്സ്യന്മാരോ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഇത് വളർത്താറുള്ളൂ. അതും എല്ലായിടത്തും ഉണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.